അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചിത്രം സൂം ചെയ്ത് കാണിച്ച അതേ മനസ്സ് എന്റെ കയ്യിലുള്ള ചിത്രം കൂടെ ഒന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ KSU പ്രവർത്തകയായ ഒരു പെൺകുട്ടിയുടെ തലയടിച്ച് തകർത്തു എന്ന നിലയിൽ ആ പ്രതിപക്ഷ നേതാവ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ തലയ്ക്ക് ഇവരുടെ സമരത്തിൽ പങ്കെടുത്ത സഹപ്രവർത്തകൻ കമ്പുകൊണ്ട് അടിക്കുന്ന ചിത്രമാണിത്. ഏത്? അതായത് KSU വനിതാ നേതാവിന്റെ തലയ്ക്ക് കൂടെ സമരത്തിൽ പങ്കെടുത്ത സഹപ്രവർത്തകൻ കയ്യിലുള്ള വടി കൊണ്ട് അടിക്കുന്ന ചിത്രമാണിത്. ഈ ചിത്രത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ തലക്കടിയിലാണ് ആ പെൺകുട്ടിക്ക് പരക്കേൽക്കുന്നത്, അല്ലാതെ പോലീസിന്റെ കയ്യിലെ അടി കൊണ്ടല്ല. ഈ സഹപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസുകാർ പോലീസിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ കമ്പുകൊണ്ട് സഹപ്രവർത്തകയായ വനിതാ നേതാവിന്റെ തലക്കടിക്കുന്നു. ആ തലക്കടിയേറ്റ പെൺകുട്ടിയുടെ തലയിൽ നിന്നും ചോര തെറിക്കുന്നു. ഈ ചോര തെറിച്ച ചിത്രമാണ് ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിദ്യാർത്ഥി സമരത്തെ പോലീസ് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന പച്ചക്കള്ളത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നുള്ളത്. ഇത് സത്യമല്ലേ? ചിത്രങ്ങൾ നുണ പറയില്ലല്ലോ. സംശയം ഉന്നയിച്ചല്ലോ. അങ്ങ് നടപടിയെടുക്കുമോ? സ്വന്തം ഈ യൂത്ത് കോൺഗ്രസ്സുകാരനെതിരെ നടപടിയെടുക്കാൻ അങ്ങ് തയ്യാറുണ്ടോ? എന്താണ് മഞ്ജുഷ പറയുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ യുവജന സംഘടനയുടെ നേതാവ് തനിക്ക് ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അടികൊള്ളുന്നത് പോലെ ഇവിടെ പോലീസിന്റെ അടികൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്നേഹയ്ക്ക് ഇത്രയും മൃഗീയമായ നേതാവ് പറയുകയാണ് വിശുദ്ധമായ സത്യവും എന്റെ ചിത്രം വിശുദ്ധമായി നുണയുമായി മാറുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റേത് ചിത്രമല്ല, എന്റേതൊരു വീഡിയോ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ചിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഫ്ലാഷ് കാണിച്ചുകൊണ്ട് കൂടെയുള്ള സഹപ്രവർത്തകർ അടി കൊടുത്തു എന്നൊക്കെ പറയുന്നത് വികലമായിട്ടുള്ള മനസ്സാണ് ജയിക്കുള്ളത്. അപ്പോൾ ജയിക്കൊരു കാര്യം ചെയ്യുള്ളൂ. ഞാൻ പറയട്ടെ വീഡിയോ കണ്ടുള്ളൂ. ചിത്രം വേണ്ട. അല്ല, അങ്ങ് വീഡിയോ കണ്ടുള്ളൂ. വീഡിയോ കണ്ടുള്ളൂ. ചിത്രത്തിന്റെ അങ്ങയുടെ സഹപ്രവർത്തകയെ യൂത്ത് കോൺഗ്രസുകാരൻ അങ്ങയുടെ സഹപ്രവർത്തകയെ യൂത്ത് കോൺഗ്രസുകാരൻ തലക്കടിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ അങ്ങ് കണ്ടുകൊള്ളൂ. ജയിക്ക് ഇവിടെ ഈ സമരത്തിരുന്നു കൊണ്ട് ജയിക്ക് ഒരു സമരം നടത്തുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോ അങ്ങ് കാണും. വീഡിയോ ആ സമരത്തിന്റെ ഭാഗമായ പോലീസ് ക്രൂരമായ ആ കുട്ടിയെ ആക്രമിച്ച് ആ കുട്ടികളെ ആക്രമിച്ചതിന്റെ മറ്റു പല വീഡിയോകളും ഫോട്ടോകളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ അതില്ല. വളരെ കൃത്യമായി ആ പെൺകുട്ടിക്ക് ഇന്ന് ആ പെൺകുട്ടി അഡ്മിറ്റ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ ഇത്തരത്തിൽ ഈ വ്യക്തിഹത്യ നടത്തുന്നത് എന്ത് മോശപ്പെട്ടിരുന്നു. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ആത്യന്തികമായിട്ട് പൊതുപ്രവർത്തകരല്ലേ, കൂടെയുള്ള സഹപ്രവർത്തകരുടെ തലക്കടിച്ചയാളാണ് അങ്ങ് നടപടിയെടുക്കണം. ഞാൻ അതാണ് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ അല്ല, ജെയ്സി തോമസ് പറഞ്ഞാലേ ജെയ്സി തോമസ് എന്തെങ്കിലും വീഡിയോ കാണിച്ചിട്ട് അത് കണ്ട് നടപടിയെടുക്കുന്നത് പറഞ്ഞാൽ കേൾക്കേണ്ട ആവശ്യം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനും KSUവിനും ഇല്ല. തോമസ് അവിടെ നീ പറയുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ എങ്ങനെയാണോ ഞാൻ പറയട്ടെ ജയിക്ക് നിങ്ങളുടെ വീഡിയോ ചിത്രം കാണിച്ചാൽ അതിനുവേണ്ടി നടപടിയെടുക്കാൻ ഉത്തരവാദിത്തം ഈ കേരളത്തിൽ ബാക്കി ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വീഡിയോ മാത്രം വിശുദ്ധവും എന്റെ വീഡിയോ അശുദ്ധവുമാകുന്നത് എങ്ങനെയാണ്? ഞാൻ ചിത്രം കാണിച്ചപ്പോ അങ്ങ് പറഞ്ഞ അതിന്റെ ഒരു മൂലയെന്ന്, വീഡിയോ കാണിച്ചപ്പോൾ അങ്ങ് നിലപാട് മാറ്റിയല്ലോ. ഞാൻ ആ പെൺകുട്ടിയെ സംബന്ധിച്ചല്ല പറഞ്ഞത്. സ്വന്തം സഹപ്രവർത്തകരെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസുകാരനെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. ഇവിടെ ഈ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ നാളെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുക്കുന്നതനുസരിച്ച് അതിനെ നടപടികൾ നടക്കട്ടെ. പക്ഷേ സ്വന്തം ഇവിടെ കഷ്ടപ്പെട്ട് പോരാടുന്ന അടികൊണ്ട KSUവിന്റെ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ മ്ലേച്ഛമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു യുവജന പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല. പക്ഷെ ജയിക്കിൽ നിന്ന് അതേ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പറയട്ടെ ജയിക്കെ, ഇവിടെ ഉദ്യോഗാർത്ഥികൾ മുട്ടരഞ്ഞപ്പോൾ ആ ഉദ്യോഗാർത്ഥികളെ കുറിച്ച് നിങ്ങൾ നടത്തിയ സൈബർ കമന്റുകൾ അറിയാമോ? ആ ഒരു പാരമ്പര്യമാണ് നിങ്ങളുടെ പാർട്ടിയിലെ ആൾക്കാർക്കുള്ളത്. അത് തന്നെയാണ് ഇവിടെ ലയ എന്നൊരു പെൺകുട്ടി കരഞ്ഞപ്പോൾ അതിന്റെ ഫോട്ടോ വന്നപ്പോൾ അത് നാടകമാണെന്ന് പറഞ്ഞ അതേ ആളുകൾ